ഹായ് ഫ്രണ്ട്സ്, ഭയങ്കര സങ്കടത്തിലാണ് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇതില് ലാൽ, മഞ്ജു വാര്യർ, അതുപോലെ രമ്യ നമ്പീശൻ, അതുപോലെ ലാലിന്റെ മകൻ, ഇവരൊക്കെയാണ് ഈ ക്രൈം ചെയ്തത് എന്ന് വെളിവാക്കുന്നു. അത് കേട്ടപ്പോൾ കൂടുതൽ നമ്മൾ തരിച്ചു പോകുന്നു. അതിലും കൂടുതൽ തരിക്കാൻ പോകുന്നത് അതിജീവിത ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നതും കൂടി ഇതില് റിവീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ സെക്കൻഡ് പ്രതി മാർട്ടിനാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നമുക്കത് കേൾക്കാം. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ശരിക്കും ഈ അതിജീവിതം സഞ്ചരിക്കുന്ന കാറ് അല്ലെ, ശരിക്കും ഈ ലാല് കൊടുത്തുവിട്ട കാറാണ്, ലാലിന്റെ കാറാണ്, ലാലിന്റെ ഡ്രൈവറാണ് മാർട്ടിൻ. അപ്പോ ഈ അതിജീവിതം വരുന്ന കാര്യം, ആ ടൈമിൽ വരുന്ന കാര്യം 7 മണി തൊട്ടിട്ട് 10:30-ക്കൊക്കെയാണ് ഈ കൃത്യം നടക്കുന്നത് അല്ലെ. 10:30 തൊട്ട് 10:45 വരെയാണ് കൃത്യം നടക്കുന്നത്. അപ്പൊ 7 മണി തൊട്ടിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിജീവിത വരുന്ന കാര്യം ആർക്കൊക്കെ അറിയാം? ലാലിനറിയാം, ലാലിന്റെ മകൻ അറിയാം, അതുപോലെ ഈ ഡ്രൈവർക്കറിയാം. ലാലിന്റെ ഡ്രൈവറാണ് കേട്ടോ. ഡ്രൈവർക്കറിയാം, ലാലിന്റെ കുടുംബാംഗങ്ങൾക്കറിയാം, അതുപോലെ ഭാവനയുടെ കുടുംബാംഗങ്ങൾക്കറിയാം. അല്ലാതെ വേറൊരു വ്യക്തിക്ക് ഇതറിയാൻ സാധ്യതയില്ല അല്ലെ. അപ്പോ ഇതാരായിരിക്കും ചെയ്തിട്ടുണ്ടാവും? മാർട്ടിൻ ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് മാർട്ടിന്റെ ഓരോ കാര്യങ്ങളും കേട്ട് നോക്കാം. നിങ്ങൾ തന്നെ തീരുമാനിക്കും ജെന്യൂൻ ആണോ അല്ലയോ നിങ്ങൾ തീരുമാനിക്കൂ. അതിനു മുന്നേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടൺ കൂടി അമർത്തുക കേട്ടോ. സത്യങ്ങൾ നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിന്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. തൃശ്ശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയും ലാലിൻ്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. ഇവർ ഇത്രയും പേരുടെ നേതൃത്വത്തിൽ ലാലിൻ്റെ വീട്ടിൽ നിന്നാണ് എന്നെ XEV വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം. പോരാത്തതിന് നടി എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു. പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു, നടിക്ക് നിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു, പാലിയേക്കര ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി ചോദിച്ചു പോയാൽ മതി എന്നും പറഞ്ഞ് ഫോൺ നമ്പർ നിന്ന് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ലാലിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4:30-5 മണി ടൈമിൽ ഇറങ്ങി പാലിയേക്കര അവർ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകണമെന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു. ഇതിനുശേഷം പാലിയേക്കര ടോൾ എത്തിയതിന് ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാത്ത കാരണം വിളിച്ചു ചോദിച്ച് വഴി അന്വേഷിച്ച് ഞാൻ ചെന്നു. നടിയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. എന്നോട് വണ്ടി ഉള്ളിൽ കയറ്റിടാൻ പറഞ്ഞു. അമ്മയും അവിടെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു ഫോണും പിടിച്ച്. അത് കഴിഞ്ഞ് വണ്ടി അവരെ കാർ പോർച്ചിൽ കയറ്റിടാൻ പറഞ്ഞു. ഞാൻ വണ്ടി കാർ പോർച്ചിൽ കയറ്റിട്ട് വണ്ടി ഓഫാക്കി നിന്നപ്പോഴത്തേക്ക് എടാ അമ്മ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. നടി വന്ന് വണ്ടിയിലേക്ക് വണ്ടിയുടെ സൈഡിൽ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഓപ്പൺ ചെയ്തു. മാർട്ടിൻ എന്നല്ലേ നിൻ്റെ പേര്? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രൈവറാ വിടുന്നുണ്ടെന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു അതേ ലാൽ ക്രിയേഷനിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ മേഡത്തിന് തന്നെന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മാർട്ടിൻ പറഞ്ഞനുസരിച്ച് ഫോണും തരാൻ പറഞ്ഞു. എൻ്റെ ഫോൺ ഞാൻ കൊടുത്തു. ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഗ്ലാസ് എല്ലാം കയറ്റിട്ടിട്ട് മാർട്ടിൻ കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. നടി പറഞ്ഞതനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീടിൻ്റെ പുറത്തിറങ്ങി നിന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറോളം നടി ഉള്ളിൽ നിന്ന് ഫോണിൽ സംസാരിക്കണ്ടായി. എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഗ്ലാസ്സുമ്പോൾ കൊട്ടിയിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി കയറിയപ്പോൾ നടി എന്നോട് പറഞ്ഞു വണ്ടി ഓഫ് ചെയ്തു മാറ്റി ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം, നമുക്ക് എറണാകുളത്തേക്ക് പോകാമെന്ന് ആദ്യം പറഞ്ഞത്. എറണാകുളത്തേക്ക് പോകാമെന്നും പറഞ്ഞു നടി എൻ്റെ ഫോണും പിടിച്ചുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ മേലെ എടുത്തു വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട്. 2 കളർ ബാഗ് ഉണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് കളർ ബാഗും ഒരു റെഡ് കളർ ബാഗും. ഈ റെഡ് കളർ ബാഗിൽ പൈസയായിരുന്നു. കുറച്ച് പൈസയെ പോകുന്ന വഴിക്ക് അത്താണിയിൽ വെച്ച് എൻ്റെ സുഹൃത്തുക്കൾ വരും, അവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൻ്റെ അവിടെ വെച്ച് ശരി എന്ന് പറഞ്ഞു. ആ വണ്ടിയിൽ എടുത്ത് കയറ്റി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറ്റി വെച്ചു. നടി എൻ്റെ ഒപ്പം പിറകിലെ സീറ്റിൽ വണ്ടിയിൽ കയറി. ഇത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തു. ഈ സമയത്തൊന്നും എൻ്റെ ഫോൺ എൻ്റെ തന്നെ ഇല്ല, നടിയുടെ കയ്യില്ല. പോരുന്ന വഴിക്ക് നടി ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. 3 ഫോൺ നടിയുടെ ഇടയിൽ വേറെ ഉണ്ടായിരുന്നു. ഈ ഫോണിൽ നിന്ന് മാറി മാറി സംസാരിക്കണ്ടേ. പിന്നെ വീണ്ടും എന്നോട് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നോട് പറയണം എൻ്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിട്ടുണ്ട്, അവരൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നടി പറഞ്ഞതനുസരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ പിന്നെ പയ്യെ പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. വരുന്നതിൻ്റെ ഇടയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നലിൽ അവിടെ വെച്ച് വണ്ടി നിർത്താൻ പറയണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു സിഗ്നലിൽ എത്തി കഴിഞ്ഞപ്പോൾ അവിടെ 2 വണ്ടിയിൽ, ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡിസൈർ കാറിലും 2 വണ്ടി അവിടെ വന്ന് കിടക്കണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലായിട്ട്. വണ്ടി പാർക്ക് ലൈറ്റ് ഇട്ട് ഓണാക്കി അവിടെ നിർത്തിയായിരുന്നേ. അത് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സാണ് അവർ ആ വണ്ടിയുടെ അവിടെ ചവിട്ടി നിർത്താൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വണ്ടി പൈ സ്ലോ ആക്കി അറിഞ്ഞു. ലെഫ്റ്റ് സൈഡ് ചവിട്ടി ഒതുക്കി എത്തി കഴിഞ്ഞപ്പോൾ ആ സ്വിഫ്റ്റ് കാറിൽ നിന്ന് 3 പേര് ഇറങ്ങി വന്നായിരുന്നു. 3 പേര് ഇറങ്ങി വന്നിട്ട് 2 പേര് വണ്ടി കയറി സൈഡിലേക്ക് നീങ്ങിയിരുന്നു. എൻ്റെ സുഹൃത്തുക്കളാണ് എന്നോട് പറഞ്ഞു.
പിന്നെ നടിയാണ്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല. അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ജോലിക്കാരനാണ്. അവർ സൈഡിലേക്ക് കയറിയിരുന്നു. എന്നോട് പറഞ്ഞു ഈ റെഡ് കളർ ബാഗ് എടുത്ത് ആ വണ്ടിയിൽ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ റെഡ് കളർ ബാഗ് എടുത്തുകൊണ്ട് സ്വിഫ്റ്റിന്റെ ഡിക്കി തുറന്നിട്ടുണ്ടായി, അതിലേക്ക് വെച്ചു. വെച്ച വഴി വണ്ടി രണ്ടും എടുത്ത് പോയി. കടവിടെയെന്നും പറഞ്ഞ് വണ്ടി എടുത്ത് പോയി. പിന്നെ നടൻ ലാലിന്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ആ സമയത്ത് വണ്ടിയിൽ കയറിയ. അത് കഴിഞ്ഞ് അവരായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ ബാഗ് വെച്ചുകൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി കയറിക്കൊള്ളാൻ പറഞ്ഞു. വണ്ടി കയറി. വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ ആദ്യം പറഞ്ഞത്. വൈറ്റിലേക്ക് എടുത്ത് വണ്ടി വൈറ്റിലേക്ക് എടുക്കണതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു ഇത് എൻ്റെ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു. അപ്പോൾ നടൻ്റെ മകൻ ലാലിൻ്റെ മകൻ ജീനെയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിനെ എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ലാലിൻ്റെ സ്റ്റുഡിയോയിലോട്ട്. വലിയ ബന്ധമില്ല, അവിടെ വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വണ്ടി എടുത്ത് എടപ്പള്ളിക്ക് എത്തണേൻ്റെ ഇടയ്ക്ക് വണ്ടി ഇവർ സംസാരിച്ചു. നടി മഞ്ജു വാര്യരുടെ ബോംബെയിലെ ഫ്ലാറ്റിൻ്റെ സെയിൽ എന്തായിന്ന് ചോദിച്ചു എന്നോടല്ല, ഇവർ തമ്മിൽ ചോദിക്കണം. അപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കും, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ റെഡിയാകാണെങ്കിൽ എന്ന് പറഞ്ഞ് അവർ നിർത്തി. ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ എടപ്പള്ളി, എനിക്ക് കുറച്ച് ക്ലിയർ ആകുന്നില്ല, ഓർമ്മ വന്നില്ല. എടപ്പള്ളി വൈറ്റിലേക്ക് തിരിയാണ് അവിടെ വെച്ച് വണ്ടി വൈറ്റിലേക്ക് തിരിക്കാൻ പറഞ്ഞു. വൈറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പാലാരിയുടെ പൈപ്പ് ലൈനിൻ്റെ അവിടെ വെച്ച് ഒരാളവിടെ ടൗലും കെട്ടി നിൽക്കണ്ടായിരുന്നു. മുഖത്തൊരു ടൗലും കെട്ടി വണ്ടി സൈഡാക്കാൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു മാർട്ടിൻ ഇവിടെ ഇറങ്ങിക്കോ, അവിടെ നിന്ന് വണ്ടി അവരെടുത്തോളെന്ന് പറഞ്ഞു. ആ കയറിയ വ്യക്തിയാണ് ഇപ്പോൾ പൾസർ സുനി എന്നും പറഞ്ഞ ഈ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ അയാളെ കാണാം. നടൻ ലാലിൻ്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ബന്ധം ഞാൻ അയാളും തമ്മിലില്ല. ലാൽ ക്രിയേഷനിൽ വർക്ക് ചെയ്യണതാണ് ഈ പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി. ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് അനൂപും ഈ പൾസർ സുനിയും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ജീനും പൾസർ സുനിയും ഇവരും 3 പേരോട് വണ്ടി എടുത്ത് പോയി. എന്നോട് പറഞ്ഞു പിറകിലൊരു വണ്ടിയുണ്ട്, അത് നമ്മുടെ വണ്ടിയാണ്, മാറ്റി അതിൽ കയറി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് എൻ്റെ കണക്കൂട്ടിലത്. അതിൽ TV ഫെസിലിറ്റികളൊക്കെ ഉണ്ടായി, കിടക്കാനുള്ള ബെഡ്, വാഷ് ബേസിൻ, മറ്റേ മുഖം നോക്കണ മിററൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. പിന്നെ ഭയങ്കര സൗണ്ടിൽ പാട്ടും വെച്ചിട്ടുണ്ടായി, കളർ ലൈറ്റുകളും ഉണ്ടായിരുന്നു. അതിൽ ഡ്രൈവർ ഫോൺ അടിച്ച് വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി കയറി. ഇത് കഴിഞ്ഞ് ഏകദേശം കുറേ നേരം കറങ്ങിയതിന് ശേഷം 1 മണിക്കൂർ മേലെ കണ്ട് കറങ്ങിയതിന് ശേഷം കാക്കനാട് ആപ്പിൾ ടവർ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് വണ്ടി എന്നോട് നിർത്തിയിട്ട് പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാ ഇവിടെ ഇറങ്ങണേ, എവിടേക്ക് കൊണ്ടുപോയി എന്നെ, എനിക്കൊരു പിടിയില്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയാളോട് തർക്കിച്ച് വെച്ചു. നീ പറയുന്നിട്ട് നീ അവിടെ ഉണ്ട്, നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ അവരുടെ നിർദ്ദേശം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ജീൻ പോളും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിയുടെയും ഏറ്റവും അറ്റത്ത് ഇരിക്കുന്ന അതിൻ്റെ സൈഡിൽ പൾസർ സുനി ഇരിക്കുന്നത്, അതിൻ്റെ അപ്പുറത്ത് ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായി. അവർ രണ്ടുപേരും എനിക്ക് നേരെ ഇരുന്നു. പുറത്ത് കഴിയിട്ട് ഇങ്ങനെ ഇരിക്കാറുന്നു പൾസർ സുനി ആ സമയത്ത്. ഇത് കഴിഞ്ഞ് എന്നെ കണ്ടുകഴിഞ്ഞപ്പോൾ ഏറ്റവും നേരെ എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ നേരെ ആക്കിയിട്ടു. ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. അപ്പോൾ ഈ അനൂപും ഈ ജീൻ പോളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നോട് പറഞ്ഞു പാലാരിവട്ടത്തേക്ക് വണ്ടി എടുക്കാൻ പറയണം. ഞാൻ വണ്ടി എടുത്തു, നടി പറയുന്നതനുസരിച്ച് ഞാൻ വണ്ടി എടുത്തു. ഈ സമയത്തൊക്കെ എൻ്റെ മൊബൈലൊക്കെ ആ സമയത്തൊക്കെ ഇടയില്ല. ഞാൻ വണ്ടി എടുത്ത് പാലാരിവട്ടത്ത് പോണതിൻ്റെ ഇടയ്ക്ക് അവർ സംസാരിച്ചു. സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം, ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത്. ലാലേട്ടൻ്റെ അടുത്തും രമ്യ നമ്പീശിൻ്റെ അടുത്തും മഞ്ജുവിൻ്റെ അടുത്തും ശ്രീകുമാറിൻ്റെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും. പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം, അത്രമാത്രം വാശി എനിക്കിരിക്കുന്നുണ്ട്. സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം. എല്ലാം കഴിഞ്ഞ് അവസാനം കരഞ്ഞവൻ എൻ്റെ കാല് പിടിച്ചു വരും, ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ പൾസർ സുനിയോട് പറയണം. പൾസർ സുനിയൊക്കെ മൂളി കേൾക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സിനിമ ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ടാക്കണം, സാമ്പത്തികമായിട്ട് തന്നെ അവനെ തകർക്കണം, എല്ലാത്തിൻ്റെ അവസാനം അവനെന്നുള്ള വാക്കാണ്. അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം, കരഞ്ഞ് എൻ്റെ അടുത്ത് വരും, കാല് പിടിച്ച് ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു. പിന്നെ പറഞ്ഞു സുനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ബഷീറിക്കയും ലാലും എല്ലാവരും ചെയ്തോളും. പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം നാദൃശ്യനെയും അപ്പുണ്ണിനെയും വിളിക്കുമ്പോൾ. ഇതിങ്ങനെ എടുത്തു പറയണ്ടായി. ഇപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകണ്ടായിരുന്നില്ല എന്തിനുള്ള ഇതായിരുന്നു എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ എൻ്റെ പേരിൽ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ശരിക്കും എന്തൊക്കെയാണ് കേൾക്കുന്നത്? നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഞെട്ടിത്തെരിക്കുന്നില്ലേ? ഞാൻ ശരിക്കും ഞെട്ടിത്തെരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെല്ലാവരും 60% ആൾക്കാരും ദിലീപ് കുറ്റം ചെയ്തു എന്ന് വിശ്വസിച്ചിട്ട് പൾസർ സുനിയെ വിശ്വസിച്ചുകൊണ്ടാണ് ദിലീപ് കുറ്റം ചെയ്തു എന്ന് പറയുന്നത് അല്ലേ? 1-ാം പ്രതി പൾസർ സുനി, അയാൾ പറഞ്ഞതാണ് ദിലീപാണ്. അങ്ങനെയാണ് 85 ദിവസം ദിലീപിനെ കൊണ്ട് ജയിലിലിട്ടത്. അപ്പോൾ നിങ്ങൾ പൾസർ സുനിയെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മാർട്ടിനെ വിശ്വസിച്ചേ പറ്റൂ. കാരണം എന്താണ്? മാർട്ടിൻ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ആളാണ്. പൾസർ സുനി ബോൺ ക്രിമിനലാണ്. വർഷങ്ങളായി 2011 മുതൽ ബലാത്സംഗ കേസ്, പിന്നെ തട്ടിക്കൊണ്ടുപോല്, പിന്നെ പൈസ തട്ടിക്കൽ, ഇതൊക്കെ ഉള്ള ആളാണ് ഇയാൾ. അപ്പോൾ ഇവനെ വിശ്വസിക്കുക, ഇത്രയും ബോൺ ക്രിമിനലിനെ വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ പെറ്റി കേസ് പോലും ഇല്ലാത്ത മാർട്ടിനെയും നമുക്ക് വിശ്വസിക്കാം അല്ലേ? പിന്നെ ഇയാളുടെ വോയിസിൽ എന്താണ്, ഒരു കള്ളൻ്റെ വോയിസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇയാൾ പറയുന്ന കുറേ കാര്യങ്ങൾ എല്ലാം ശരിയാണെന്നല്ല. പിന്നെ അതിജീവിതയെ
കുറിച്ച് കുറേ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്താണ്? ഈ മാർട്ടിനെ അതുപോലെ പൾസർ സുനിയെ ദിലീപിനെ എന്ത് ചെയ്യണം? നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇവർ 3 പേരും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ ശരിക്കുള്ളൂ. പിന്നെ CBI ദിലീപ് പറയുന്ന പോലെ ദിലീപ് വെല്ലുവിളിക്കുകയാണ്, CBI കൊണ്ടുവരണം എന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കൂ എന്ന് ദിലീപ് പറയുന്നുണ്ട്. ഇവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ആ റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ നുണ പരിശോധനയ്ക്കുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ജെന്യൂൻ ആയിരിക്കും അല്ലേ? ആ ജെന്യൂൻ റെക്കോർഡ് വന്നാൽ ദിലീപിന് പോവാലോ എന്ന് വിചാരിച്ചിട്ട് ഇവരത് ചെയ്യുന്നില്ല. ഈ സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ എതിരെ ആർക്ക് ഇറങ്ങാനേ പറ്റുള്ളൂ? ഇത് കേന്ദ്രം ഇടപെടണം, കേരള സർക്കാർ നന്നായി ഇടപെടണം, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇത് നന്നായി കൈകാര്യം ചെയ്യുക തന്നെ വേണം എന്നെനിക്ക് പറയാനുള്ളൂ. ഞാൻ അയാളുടെ തുടർ വോയിസുകൾ കേൾക്കാട്ടോ. കേട്ട് നിങ്ങൾ ഞെട്ടി തെറിച്ചു പോകും. പൈപ്പ് ലൈൻ എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്താനോട് പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തി. സുനി മേൽ കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി. എന്നിട്ട് കൈ കൊണ്ട് ഒരു ആക്ഷനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങിപ്പോയി. സുനി ഇറങ്ങി പോണേക്കും എന്നെ പറഞ്ഞു, ഡോർ തുറക്കണേക്കും എന്ന് പറഞ്ഞു. ഈ ഡ്രൈവർ ഒരു പ്രശ്നമാവില്ല എന്ന് പറയാന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ല, അവൻ്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് സുനി, പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി പോവാണ്. ഇത് കേസിന് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് പൾസർ സുനി എന്നുള്ള വ്യക്തിയാണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയ. ഇത് കഴിഞ്ഞ് ഒരു പൾസർ സുനി ഇറങ്ങിപ്പോയതിനു ശേഷം എന്നോട് നേരെ ലാലേൻ്റെ വീട്ടിലേക്ക് വണ്ടി വിടാൻ പറയാണ്. ഞാൻ അനുസരിച്ച് ലാലിൻ്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. പോണ വഴിക്ക് നടി എന്നോട് പറഞ്ഞു, മാർട്ടി ഇപ്പം നടന്നതും കണ്ടതുമായ ഒരു കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട. എന്നെക്കാളും വലിയ ശക്തികളാണ് അവർ. ഭരണപക്ഷത്തായാലും എല്ലാ രീതിയിലും നല്ല അധികാര കേന്ദ്രത്തിലിരിക്കുന്നവരായിരിക്കും നല്ല ബന്ധത്തിലാണ്. നീ ലാലേൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയണേ അതനുസരിച്ച് കേട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ മാട്ടി നിന്റെ വീട്ടുകാർക്കും നിനക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുകളാണ്. നീ ഒരു കാര്യം ആരോടും പറയണ്ട. അവിടെ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറഞ്ഞത് അതനുസരിച്ച് കേട്ടാൽ മതി. മാർട്ടിൻ്റെ ഫോൺ ഇതങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചേക്കാൻ പറഞ്ഞു, ലാലേട്ടനെ ഏൽപ്പിച്ചേക്കാൻ അങ്ങനെയും പറഞ്ഞു അതിൻ്റെ ഇടയിൽ. ഇത് കഴിഞ്ഞ് ഞാൻ ലാലിൻ്റെ വീട്ടിലേക്ക് വണ്ടി ഗേറ്റിൻ്റെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ വണ്ടി കുറച്ചുകൂടി അവിടെ കയറ്റിട്ട് പറഞ്ഞു, വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്തി പറഞ്ഞു, ഗവൺമെൻറ്റിൽ ഒരു കാര്യം ആരോടും പറയണ്ട. മാറ്റി എവിടെയായിരുന്നാലും അവരുടെ ശ്രദ്ധ ഉണ്ടാവും മാറ്റിൻ്റെ മേലെ, അതുകൊണ്ട് ഒന്നും ആരോടും പറയണ്ട. പിന്നെ ലാലേട്ടൻ എന്താ പറയണത് അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി ഉള്ളിൽ കയറ്റിടാൻ പറഞ്ഞു. സിറ്റൗട്ടിലേക്ക് വണ്ടി കയറ്റിട്ടു. വണ്ടി കയറ്റിട്ടുന്നപ്പോൾ ലാല് ഡോറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു. ഡോറ് ഇങ്ങനെ പുറത്തുനിന്ന് ക്ലോസ് ചെയ്തിട്ട് പുറത്ത് പകുതി തുറന്നിട്ടിട്ട് പിടിച്ചെന്ന് ലാലിനെ കെട്ടിപ്പിടിച്ച് അവർ അങ്ങോട്ട് ചെറുതായിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് ഉമ്മയൊക്കെ വെച്ചെന്നുകൊണ്ട് അവളത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാനാകെ ടെൻഷനിലായിരുന്നത് എന്താണെന്നൊന്നും മനസ്സിലാകണില്ല. അത് കഴിഞ്ഞ് ലാലിൻ്റെ ഉള്ളിൽ കയറ്റിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് മാർട്ടിൻ ഇങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെന്ന വഴി പറഞ്ഞു, മാർട്ടിനിപ്പോൾ കണ്ടതും കേട്ടതുമായി ഒരു കാര്യം ആരോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിനെ ഞാൻ കൊന്നു കളയും, ഒരു തെളിവ് പോലും ഇല്ലാണ്ട് നശിപ്പിച്ച് കളയും. വീട്ടുകാരെയും ഞാൻ ഉപദ്രവിക്കും, അത് നീ മറക്കണ്ട. നീ എവിടെയായിരുന്നാലും എൻ്റെ ആൾക്കാർ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് നീ ഒരു കാര്യം ആരോടും പറയണ്ട. പിന്നെ ആരെന്ത് ചോദിച്ചാലും നടൻ ദിലീപും കാവ്യമാധവനും ഒരു ഹോട്ടൽ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു. ഈ വിവരം ദിലീപിൻ്റെ ഭാര്യ മഞ്ജു വാര്യരെ വിളിച്ച് അറിയിച്ചു. ഇതുള്ള വ്യക്തിവൈരാഗ്യം കാരണം ദിലീപിനോട് വൈരാഗ്യമായി. ഈ വൈരാഗ്യത്തിന് എന്നെ ഉപദ്രവിക്കാൻ ദിലീപ് പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തു എന്ന് മാത്രം നീ പറഞ്ഞേക്കാം. വേറെ ഒരു കാര്യം നീ പറയണ്ട. എല്ലായിടത്തും എൻ്റെ ആൾക്കാരുണ്ട്. നിന്റെ വായന്ന് വീണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആൾക്കാരുണ്ടാവും. പിന്നെ എല്ലാ കാര്യവും ഞാൻ പറയുമ്പോൾ മതി. വേറൊരു ആരെന്ത് ചോദിച്ചാലും ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അവിടെ തന്നെ മാറ്റി വെച്ചിട്ട് കഴിച്ചു പിടിച്ചിട്ട് അങ്ങനെ 2 കുലിക്കൊക്കെ കുലിക്കിട്ട് പറഞ്ഞു കേട്ടാ എന്നൊക്കെ പറഞ്ഞ് കുറേ ഭീഷണിപ്പെടുത്തി. ആളുകൊണ്ടും ആൾബലം കൊണ്ടും പൈസയും കൊണ്ടുള്ള സ്വാധീനം എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുകൾ പുള്ളി അടിച്ചായിരുന്നു. സ്മോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, സ്മോളിൻ്റെ മണം ഉണ്ടായിരുന്നു പുള്ളിയുടെ വായിന്ന്. ഇത് കഴിഞ്ഞ് എൻ്റെ ഒരു 3 വെള്ള പേപ്പർ ഒപ്പിടിച്ച് വാങ്ങിച്ചായിരുന്നു. ഇത് നീ എൻ്റെ ഇന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചങ്ങളെ തെളിവാന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത് സാറേ എന്താ ഇപ്പം തന്നെ എൻ്റെ മോമിൽ കയറി അടിച്ചു. പിന്നെ കുറേ തൃക്കാക്കര സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോകണം. അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ജീപ്പിൽ കയറ്റിയിട്ട് പുള്ളിയുടെ ഇന്നോവയിലെ വണ്ടിയിൽ കയറ്റിയിട്ട് ലാലിൻ്റെ വീടിൻ്റെ പടി വരെ ആക്കി കഴിഞ്ഞപ്പോൾ അവിടെ വേറെ പോലീസ് ജീപ്പ് വന്നു. അവിടെ നിന്ന് തന്നെ അവരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി തൃക്കാക്കര സ്റ്റേഷനാണെന്ന് തോന്നുന്നത്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ കൊണ്ടുപോയി രാത്രി സെല്ലൊക്കെ അടച്ചു പൂട്ടിട്ടിട്ട് ഒരു 3 പേര് വന്നായിരുന്നു. അവരെന്നെ ഒരു റൂമിലേക്ക് മാറ്റി കൊണ്ടുപോയിട്ട് പറഞ്ഞു, എനിക്ക് മുഖങ്ങൾ കണ്ടറിയാം, പേരുകൾ അറിയില്ല, യൂണിഫോം ഒന്നും ഉണ്ടായില്ല. എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉപദ്രവിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാല് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ, വെറുതെ അവരായിട്ട് മുട്ടാണ് നിൽക്കേണ്ട, അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് അനുസരിച്ചേക്കാം, അവർ മേളിലൊക്കെ നല്ല പിടിപാടുള്ളവരാ, വെറുതെ ജീവൻ കളയാൻ നിൽക്കണ്ട, എവിടെയായിരുന്നാലും അവരുടെ ആൾക്കാരെ എല്ലായിടത്തും. അതും പറഞ്ഞ് ഒരുപാട് ഉപദ്രവിച്ചു. ഒരുപാടെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ കോപ്പി വക്കീലിന് കൊടുക്കാന്ന് പറഞ്ഞത് കിട്ടില്ല എന്നൊന്നും എനിക്കറിയില്ല. ഈ സാധനം ഇപ്പോൾ പൂഴ്ത്തി വെച്ചേക്കണം അവർ. യഥാർത്ഥത്തിൽ ദിലീപ് അറസ്റ്റായി കഴിഞ്ഞപ്പോഴാണ് ദിലീപ് എന്നുള്ള നടനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണിതെന്നുള്ളത്. ഇതാണ് യഥാർത്ഥ സത്യങ്ങൾ. ഇതെനിക്ക് പൊതുസമൂഹത്തിനെയും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെയും ദിലീപിനെ അറിയിക്കണമെന്നുണ്ട്. ഒരു നിവർത്തിയില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഇനി എൻ്റെ ജീവനെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്യം നടൻ ലാലിനും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യർക്കും രമ്യ നമ്പീശിക്കും ആയിരിക്കും. ലാലിൻ്റെ കൂടെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത സിനിമാ ഫീൽഡിൽ പോകാറുണ്ടായിരുന്നു. അവിടെ നിന്ന് ലാൽ ക്രിയേഷനിലെ
ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറും സംസാരിക്കാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഡ്രൈവറായിട്ട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോലി ഇല്ലാത്തപ്പോൾ അതിൻ്റെ സമയത്ത് ഞാൻ പാർട്ട് ടൈം പഠിക്കാനും ജോലിയായിട്ട് പോകുമായിരുന്നു. അങ്ങനെ പോയി പരിചയം കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിലെ പേഴ്സണൽ ഡ്രൈവറും കാര്യങ്ങളൊക്കെ 4 വർഷത്തോളം നടൻ ലാലിൻ്റെ കൂടെ. ആ വിശ്വാസത്തിന്റെ പേരിൽ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ അവിടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നടൻ ലാലിന് ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സുകളുണ്ട്. ഒരുപാട് എന്തൊക്കെയാണ്? ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പുറത്ത് പറയാത്ത രീതിയിൽ കുഴൽപ്പണ ഇടപാടുകളും ഗോൾഡിന്റെ ബിസിനസ്സുകളും ഒരുപാടുണ്ട്. ഒരുപാട് സ്ഥലത്ത് തന്നെ വിട്ടിട്ടുണ്ട് എയർപോർട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ വിശ്വസ്തയോടെ കോടികളുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. വിശ്വസ്തയോടെ ഞാൻ കൊണ്ടുവന്ന് ഏൽപ്പിക്കാറുണ്ട്. അത്ര അതിന് വേറെ എന്തൊക്കെ വിശേഷം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടത്? ഞാനിന് ഒരുപാട് അണ്ടർവേൾഡ് ബിസിനസ്സുകളുണ്ട്. അതിന് ദിലീപിനോട് ഇത്രയധികം ദേഷ്യം വരാൻ കാരണം അറിയില്ല. പേഴ്സണൽ വിഷയങ്ങൾ എനിക്കറിയില്ല. സഹായിക്കാൻ വേണ്ടി ചെയ്ത ഇവരല്ലേ? ഇവരെല്ലാവരും ദിലീപിനോട് ദേഷ്യമുള്ള വ്യക്തികളെല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ദിലീപ് വീണ് കഴിഞ്ഞപ്പോൾ അടിച്ചേക്കണമെന്നാണ് ഈ കേസിൽ കണ്ടേക്കണത്. ഇത്രയും ഇതിൽ നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത് പോലീസിനോടാണ് ചോദിക്കാനുള്ളത്. അതായത് പൾസർ സുനി എന്ന ബോൺ ക്രിമിനൽ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ദിലീപിനെ പോയി അറസ്റ്റ് ചെയ്തു. ഒരു തെളിവുമില്ലാതെ ഒരു ക്രിമിനലിൻ്റെ വേടും പറഞ്ഞ് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ആൾക്കാരാണ് ഇവർ. എന്തുകൊണ്ട് ഈ മാർട്ടിൻ്റെ ഈ വേട് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഇവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിക്കുന്നില്ല? അപ്പോൾ ഇതിൽ പോലീസിന് പങ്കുണ്ടോ? എനിക്കറിയില്ല. സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇതൊക്കെ കേട്ട് ഞെട്ടിത്തെരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മളൊന്നും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ ഒന്നും നമുക്ക് അറിയുകയില്ല അല്ലേ? ഈ സിനിമാ ഫീൽഡിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ? ഇതുപോലെ നമുക്കറിയാം. സിനിമ കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ വേറൊരു നാടകം ഞാൻ കേട്ടിരുന്നു. KSRTC ബസ്സിൽ പറക്കും തളിക എന്ന് പറഞ്ഞ സിനിമ വെച്ചപ്പോൾ അവിടെ ഒരു സ്ത്രീ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇതൊക്കെ എന്ത് നാടകമാണിത്? സിനിമയിൽ പോലെ അഭിനയിക്കട്ടെ പോയിട്ട്. സിനിമയിൽ ലാലോ ആരെങ്കിലും അഭിനയിക്കാൻ ഇത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല അഭിനയം. ഈ പറക്കും തളിക എന്ന് പറഞ്ഞ സിനിമ ഏത് കാലഘട്ടത്തിലെടുത്ത സിനിമയാണെന്നറിയൂ? ആ സിനിമ അന്ന് ദിലീപ് കുറ്റക്കാരനല്ല, അല്ലേ? ആ സമയത്ത് എടുത്തുള്ള ഫിലിമിനെ ഇപ്പോൾ റിജക്റ്റ് ചെയ്തുകൊണ്ട് എണീറ്റ് നിന്ന് പ്രശ്നം ഉണ്ടാക്കി ആ KSRTC ബസ്സിൽ ആകെ പ്രോബ്ലം ഉണ്ടാക്കി. എന്തിന്? ഈ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞതായിരിക്കില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ? അപ്പോൾ ഈ കണ്ടക്ടർ എന്ത് ചെയ്യേണ്ടത്? ബബ്ബ ഇട്ട് കൊടുക്കായിരുന്നില്ലേ ഇറങ്ങാൻ പോകുന്ന സിനിമ? അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ കണ്ടേനെ. കാരണം അതൊരിക്കലും കണ്ടിട്ടില്ലല്ലോ. പറക്കുന്നിലൊക്കെ കുറേ കണ്ടു മടുത്തതാണ്. അതുകൊണ്ടായിരിക്കും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇതൊക്കെ എന്ത് നാടകമാണിത്? ഒരാൾ കുറ്റാരോപിതനാണ്. ഇപ്പോൾ ഈ സ്ത്രീയും അവിടെ അടുത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു മാല കട്ടു എന്നൊരു കുറ്റാരോപിതയായി എന്ന് വിചാരിക്കുക. ആ സ്ത്രീ കട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എല്ലാവരും ആ സ്ത്രീ ആ കണ്ണിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് എന്തോരം വിഷമം ഉണ്ടാവും ഇല്ലേ? അതേ അവസ്ഥ തന്നെ എല്ലാവർക്കും. നമുക്കൊക്കെ അങ്ങനത്തെ നമുക്കൊക്കെ എപ്പോഴാണ് എന്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരികയെന്ന് അറിയില്ല. ഒരാൾക്കും അറിയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ പോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും ഏത് ടൈമിലും എന്തും നേരിടാൻ തയ്യാറായിരിക്കണം. ഇനി മാർട്ടിൻ പറഞ്ഞത് കുറേയൊക്കെ ശരിയാണെങ്കിൽ ഇല്ലീഗൽ ബിസിനസ് ലാലിനുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് കേരള ഗവൺമെൻറ്റും ഇടപെട്ടിട്ട് അത് കണ്ടുപിടിക്കേണ്ടതാണ്. ഇങ്ങനൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെയൊക്കെ ക്യാമറയുള്ളതല്ലേ? ഇതൊക്കെ ഇവർക്കൊന്ന് പരിശോധിച്ചൂടെ? ഇയാൾ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ശരി തന്നെയാണോ എന്ന്? ഇതൊക്കെ എടുക്കുന്നത് ഹൈവേയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അവിടെയൊക്കെ മുട്ടിന് ക്യാമറകളുണ്ട്. എന്നിട്ടും അതുപോലെ ഇവർക്കത് പകർത്താൻ വേണ്ടി കഴിയില്ല. നന്നായി. എത്ര ഹെൽമെറ്റ് ഇടാത്തതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസൊക്കെ ഇത് ഫോട്ടോ എടുത്തിട്ട് നേരെ അയച്ചു തന്നാൽ മതി. ഇതൊന്നും ചെയ്യരുത്.